യെസ്, മോർണിംഗ് വൈബ്സിലേക്ക് തിരിച്ചെത്തുമ്പോൾ നമുക്ക് നേരത്തെ നൽകിയ വാർത്തയുടെ ഒരു തുടർച്ചയാണ്. കെ മുരളീധരന്റെ പ്രതികരണത്തെ തള്ളി വി.എസ്. സുനിൽകുമാർ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് LDF NDA ധാരണയാണ് തൃശൂരിൽ എന്ന കെ മുരളീധരന്റെ ആരോപണമാണ് LDF സ്ഥാനാർത്ഥി വി.എസ്. സുനിൽകുമാർ തള്ളിക്കളയുന്നത്. സ്വന്തം കാലിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ തൃശൂരിൽ LDFും NDAയും തമ്മിലാണ് മത്സരമെന്ന മുരളീധരന്റെ പരാമർശത്തിനും സുനിൽകുമാർ മറുപടി നൽകുന്നുണ്ട്. രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാകും ഇരുവരും തമ്മിൽ മത്സരമെന്നും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കുമ്പോഴുള്ള വെല്ലുവിളി ഇത്തവണ ഉണ്ടാകില്ല എന്നും സുനിൽകുമാർ ന്യൂസ് 8നോട് വ്യക്തമാക്കി. തൃശൂരിലെ LDF സ്ഥാനാർത്ഥി വി.എസ്. സുനിൽകുമാർ ന്യൂസ് 8നൊപ്പം ചേരുകയാണ്. ഈ പ്രചാരണത്തിന്റെ ആദ്യഘട്ടം മുതൽ UDF സ്ഥാനാർത്ഥി ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ BJPയും LDFും തമ്മിൽ ഒത്തുകളിയുണ്ടെന്ന്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് പറഞ്ഞേക്കുന്നത് പൂരം പ്രതിസന്ധി ആയതോടുകൂടി അത് വ്യക്തമായി ഇവിടെ മത്സരം NDA സ്ഥാനാർത്ഥിയായിട്ടാണ്. എങ്ങനെയോടാണ് പ്രതികരിക്കുന്നത്? അല്ല, അത് നമ്മൾ ഈ ചില കാര്യങ്ങളിലേ നമുക്കൊരു രാഷ്ട്രീയമായ വ്യക്തത വേണം. അത് നമ്മൾ പറയുന്ന കാര്യത്തിൽ വ്യക്തത വേണം. ഇത് രണ്ടുമില്ലാത്ത കാര്യമാണ് സ്റ്റേറ്റ്മെന്റാണ് ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് പൊളിറ്റിക്കലി എന്തെങ്കിലും ലോജിക്കുള്ള കാര്യമാണോ BJPയും LDF അലയൻസ് ആവുമെന്ന് പറഞ്ഞാൽ? ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു അലയൻസ് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലോ പ്രാദേശിക രാഷ്ട്രീയത്തിലോ നമുക്ക് എവിടെയെങ്കിലും കേട്ടുകേൾവിയുള്ള കാര്യമാണോ? നമ്മളിപ്പോൾ എന്തിനാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്? ഇങ്ങനെയുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്വന്തം കാലിലെ മണ്ണ് ചോർന്നു പോകുമ്പോൾ നിൽക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണത്. മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ട് അതിനത്ര ഗൗരവത്തിൽ ഞാൻ കാണുന്നില്ല. ഇത് സാധാരണ ഇവിടുത്തെ ഒരു രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പ്രൈമറി ധാരണയുള്ള ഒരാൾ പോലും അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ പാടില്ലാത്തതാണ്. അദ്ദേഹം അങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും അദ്ദേഹം അങ്ങനെ പറയുന്നത് പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ പറയാൻ പാടില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും അതിനെന്താണ് അതിനൊരു ബേസ് എന്താണ്? എന്ത് ബേസിലാണ് പറയുന്നത്? എന്തെങ്കിലും പറയണോ? മത്സരം BJP അതാള് പറഞ്ഞോ? ആയിക്കോട്ടെ, അവർ തമ്മിൽ മത്സരിച്ചു, രണ്ടാം സ്ഥാനത്തിന് മത്സരിച്ചോട്ടെ, കുഴപ്പമില്ല. ഒറ്റ കാര്യം, ഈ താങ്കളുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും വിജയിച്ചിട്ടുണ്ട്. ചേർപ്പായിക്കോട്ടെ, അതിനുശേഷം കൈപ്പോങ്കലായിക്കോട്ടെ. ഇപ്പോൾ ഈ കൈപ്പോങ്കലും ചേർപ്പൊക്കെ ഒരു ലെഫ്റ്റിന് സ്വാധീനമുള്ള മണ്ഡലമാണ്. പക്ഷേ 2016 അതായിരുന്നില്ല. ഒരു UDFന്റെ കോട്ട തന്നെ പിടിച്ചെടുത്തത്. അപ്പോൾ ഈ UDFന് പരമ്പരാഗതമായി വലിയ സ്വാധീനമുള്ള തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ താങ്കൾക്ക് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വരുമ്പോൾ അതെങ്ങനെയാണ് കാണുന്നത്? കുറച്ചുകൂടി കോൺഫിഡൻസ് ഉള്ള ഒരു കാര്യമാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ 10-30 കൊല്ലത്തോളം UDFന്റെ 17,000 18,000 വോട്ടിന് ജയിക്കുന്ന ഒരു മണ്ഡലത്തിലാണല്ലോ ഞാൻ മത്സരിച്ചത്. അപ്പം അന്ന് അങ്ങനെ നമുക്കുണ്ടായിരുന്നൊരു എന്താ പറയുക, ഒരു വെല്ലുവിളി ഇപ്പോഴും ഏത് തെരഞ്ഞെടുപ്പിനും ഒരു വെല്ലുവിളി ഉണ്ടല്ലോ. പക്ഷെ അന്ന് നമുക്ക് തോന്നിയിരുന്ന പോലത്തെ ഒരു പ്രശ്നം എനിക്കിപ്പോൾ ഇല്ല. കാരണം ഞാൻ മത്സരിച്ച് ജയിച്ച മണ്ഡലം തന്നെ 2 മണ്ഡലം ഇവിടെ ഉണ്ട്. പിന്നെ പൊതുവെ LDFന് അനുകൂലമായിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും സെഗ്മെന്റ്സിൽ LDF ആണല്ലോ ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിൽ അങ്ങനെ ഒരു ഭയപ്പാട് എനിക്ക് അന്നുണ്ടായ പോലത്തെ ഒരു പ്രശ്നം ഇപ്പോൾ തോന്നിയിട്ടില്ല. ലോക്സഭയിലേക്കും കംഫർട്ടബിൾ ആണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് വി.എസ്. സുനിൽകുമാർ പങ്കുവയ്ക്കുന്നത്. KP ദിനേശിനൊപ്പം ER രാഗേഷ്, ന്യൂസ് 8. യെസ്, അതാണ്. ഏതായാലും തൃശൂരിൽ ഇത്തവണ